നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമുഖ സഹാബിയായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ ജയിലിലടയ്ക്കുകയാണ്. അങ്ങനെ ശത്രുപാളയത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ കിടക്കുമ്പോഴാണ് എതിരാളിയുടെ വീട്ടിലെ ഒരു കുഞ്ഞ് മോള് അതാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തടവറയ്ക്കുള്ളിലേക്ക്, ജയിലഴിക്കുള്ളിലേക്ക് ഇഴഞ്ഞു കയറുകയാണ്. ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൊലക്കയറൊരുക്കുകയാണ്. അപ്പോഴാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ജയിലഴിക്കുള്ളിലൂടെ ഇഴഞ്ഞ് ഒരു കൊച്ചുകുട്ടി തൻ്റെ മുന്നിലേക്ക് വരുന്നു. സാധാരണയായി എന്ത് സംഭവിക്കും? എതിരാളിയുടെ കുഞ്ഞിനെ തടവുപുള്ളി നിഷ്ഠൂരമായി കൊല ചെയ്തേക്കാം, വേദനിപ്പിച്ചേക്കാം. തൻ്റെ കുഞ്ഞ് ജയിലഴിക്കുള്ളിലെത്തിപ്പെട്ടെന്നറിഞ്ഞ ഉമ്മ ആ കുട്ടിയെ പറ്റി ആലോചിച്ച് നിലവിളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനാണ്. ഹബീബിൻ്റെ പാഠശാലയിൽ നിന്ന് നബവി പാഠങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട മഹാനാണ്. കുഞ്ഞിനെക്കുറിച്ചോർത്ത ഉമ്മയുടെ ചങ്ക് പിടഞ്ഞുവെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ മടിയിലിരുത്തി വാത്സല്യപൂർവ്വം താലോലിക്കുന്ന കാഴ്ചയാണ് ശത്രുപാളയത്തിൽ നിന്ന് വന്ന ആ സ്ത്രീ കണ്ടത്. അങ്ങനെ ആ സ്ത്രീ മഹാനവറുകളെ വിശേഷിപ്പിച്ചത് ഏറ്റവും മാന്യനായ തടവുപുള്ളി, ഏറ്റവും മാന്യനായ ബന്ദി എന്ന വിശേഷണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതെയുള്ള ജയിൽവാസത്തിനുള്ളിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല മുന്തിരിക്കുലകൾ ഇറക്കിക്കൊടുത്ത് മഹാനവറുകളെ ഭക്ഷിപ്പിച്ചു എന്ന് ശത്രുക്കൾ കണ്ട് സാക്ഷ്യം വഹിച്ച സംഭവം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്.